കഴിഞ്ഞെങ്കിലും ഞങ്ങൾ ഇന്നാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇന്ന് ടൊറൻറ്റോയിലോട്ട് അവിടുത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഓണം ആഘോഷിച്ചിട്ട് നാളെ അവിടുത്തെ ഓണപ്പരിപാടിയൊക്കെ കൂടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ രാത്രി 7 ആയി. ഇപ്പോൾ ഇവിടുന്ന് പോവാം. അപ്പോൾ ഇവിടുന്ന് ഒരു 2-3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പം നമുക്ക് പോവാം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. സീറ്റ് ബെൽറ്റ് മുഖ്യം പികിലേ. Okay, let's go. ഹലോ, നമ്മളിന്ന് ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പെയിൻറ്റ് ബോൾ കളിക്കാൻ പോവാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ പെയിൻറ്റ് ബോൾ നമുക്ക് അറിയാമായിരിക്കുമല്ലോ, ഇങ്ങനെ ഗണ്ണ് പോലെ ഷൂട്ട് ചെയ്തിട്ട് ഇത്ര സമയം നമുക്കെന്തോ 500 ഷോട്ട്സോ അങ്ങനെ എന്തോ ഉണ്ട്, ഇത്ര സമയം ടൈമും ഉണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ 2 ടീമായിട്ട് തിരിഞ്ഞിട്ട് ഏത് ടീമാണ് കൂടുതൽ പെയിൻറ്റ് ദേഹത്ത് പറ്റിയേ, അതായത് പെയിൻറ്റ് വെടിവെക്കും, പെയിൻറ്റ് കൊള്ളുന്നവരുടെ ദേഹത്ത് ആ പെയിൻറ്റ് വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ പെയിൻറ്റ് വന്ന ടീമിന് ഏറ്റവും കൂടുതൽ വെടിവെച്ച ടീം ജയിക്കും, ഏറ്റവും കൂടുതൽ പെയിൻറ്റ് വന്ന ടീം തോക്കുക. അങ്ങനെ ആ സാധനം കളിക്കാൻ വേണ്ടി പോകും. ഇവിടുന്ന് ദൂരെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോവാണേ. എല്ലാവരും ഇപ്പോൾ മെഗ്ഡിയിലുള്ള. അപ്പോൾ ഞാനൊരു ഇൻട്രോ ഇപ്പോഴേ എടുത്ത് വെക്കാമെന്ന് വെച്ചു. സോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഭയങ്കര തണുപ്പാണ് ഇവിടെ, വെയിലുണ്ടെന്നേ ഉള്ളൂ. ഫീൽസ് ലൈക്ക് 10 ആണ്. അയ്യോ, അതുകൊണ്ട് എന്നാവുമെന്ന് അറിയത്തില്ല. ഇപ്പം സമ്മർ കഴിഞ്ഞാൽ ആദ്യമായിട്ട് തണുപ്പ് ഇങ്ങനെ തുടങ്ങുന്നൊരിത്, അതുകൊണ്ടൊരു സുഖമൊക്കെ ഉണ്ട്, എന്നാലും വലിയ സുഖമൊന്നുമില്ല. ശിവ ഒരു ഹായ് പറയൂ. ഹലോ. ചിഞ്ചു ഒരു ഹായ് പറയൂ. ഹലോ. പിന്നെ എനിക്ക് നിന്നെക്കാളും ഇഷ്ടമാണ്. പിന്നെ അവിടെ മറ്റേ ആ ബോർഡ് കാണിക്കണം, ഞാൻ എടുക്കാം. നമ്മളിവിടെ എത്തി. നമ്മളിനി അങ്ങോട്ട് പോവാം. ഇവിടെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, വേറെ കുറേ വണ്ടിയുണ്ട്. ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇവിടെയൊക്കെ കുറേ പേര് എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുക. ഡ്രസ്സൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു, പട്ടാള വേഷം അങ്ങനെയൊക്കെ. ഇതിങ്ങനെ ഒരു വലിയ ഏരിയയിലോട്ടാണെന്ന് തോന്നുന്നു ഈ ഗെയിം നടക്കുന്നത്. നമുക്ക് ഒളിക്കാനൊക്കെ ഇഷ്ടം പോലെ ഏരിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ തോക്കൊക്കെ വെച്ച് റെഡിയായി, അവരുടെ ഗെയിം തുടങ്ങാൻ പോകാമെന്ന് തോന്നുന്നു. ഓ, ഇത് ഷൂട്ടിംഗ് ആണ് അല്ലേ? ഇത് പെയിൻറ്റ് ബോൾ അല്ല, ഇത് വേറെ എന്തോ ഷൂട്ടിംഗ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എയർ സോഫ്റ്റോ? ഈ പുള്ളി തന്നെ ഇങ്ങനെ പുറച്ചൊക്കെ നിൽക്കുന്നത് എന്തിന്? ഓക്കെ, സ്നൈപ്പറൊക്കെ ഉണ്ട് ഇവരുടെ കയ്യിൽ. ഇത് സ്നൈപ്പർ ഇതല്ലേ? സ്നൈപ്പർ അല്ലേ? ഇത് സ്നൈപ്പർ അല്ല, അത് സ്നൈപ്പറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരൊരു ടീമാ. ഇവരുടെ മറ്റേ ടീമോ? ആ, അത് കണ്ടു. ഈ ചോപ്പ് ബാൻഡ് ഉള്ളവരൊക്കെ ഒരു ടീം. ഇതുപോലെ അപ്പുറത്ത് എവിടെയോ വേറൊരു ടീം കാണും. പിന്നെ തമ്മിലടി, യുദ്ധം. ടീം റെഡി ആവുന്നു. ഈ ടീമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെയൊക്കെ വെടിവെക്കുമോ? യുദ്ധഭൂമി പോലെ ഇവിടെ എല്ലാം ഉണ്ടകളാണ്. വെടിയൊന്നും കൊള്ളായിരുന്നു. കരയിലവർ തരും.
കൊമാൻഡോ നിന്റെ പേര് ടീമാണ് വിളിക്കാൻ. ശത്രുവിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവർ ഷർട്ട് പെട്ടെന്ന് ഫോണ് നിർത്താൻ ചിലപ്പോ ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാർ. ഇനി എനിക്ക് വേന എടുക്കത്തില്ലടാ. ഇനി ഇതിടാ അല്ലേ? അയ്യ ഇത് പന്നാണല്ലോ ഈ ഉടുപ്പ് കേട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഗർഭിണിയെ പോലെ ഒന്നും കാണത്തില്ല. ഇത് എനിക്ക് ലോക്കൊന്നുമില്ല. All set? All set. Awesome. So I'll explain like the safety rules and then we'll get you guys playing. So first of all, welcome to Combat Pursuit. You guys are gonna have a lot of fun shooting each other today. There's just a few safety rules that we need to talk about first, okay? We have 3 safety rules. The first one is the barrel cover. So if you look at your guns, you'll see on the tip, there's either an orange or a black cover on that gun. That needs to be on the gun at all times while you are. The best place to put the barrel covers when you're on the field and you take them off is around your neck. You can tuck them into your, and it is that you wear that mask at all times. Okay? It's a safety rule, so the X's apply. So the rest of you on the field, you're taking your mask off. അതെല്ലാം ഞാൻ ടെക്സ് ആട്ടോ. ആ ടെക്സ് ഉണ്ടൊക്കെ നിറച്ച് കാണിച്ചെടുക്കേ. എങ്ങനെ പിടിച്ചാൽ 3 മണിക്കൂർ നിൽക്കും. തുറക്കല്ലേ വീണു. ഇങ്ങനെ ഉണ്ടായിരിക്കുന്നേ. Okay, assuming everyone's heard of this game, it's a pretty simple game. It's pretty fun. What you got to do is grab the opposite team's flag, bring it back to your base, win the game. All right. ചില സമയത്ത് ഒച്ച മാത്രം ഉണ്ടരി വാങ്ങണോ? ഉണ്ടരി വാങ്ങണ്ട. ഏറ്റവും കൂടുതൽ ആരോ പറയുണ്ടായിരുന്നു ഇപ്പുറത്തെ ആരോ ഉണ്ട്. ഞാൻ താഴെ അപ്പുറം ആരോ റഫറിയാന്ന് ആരോ പറഞ്ഞായിരുന്നു. നമ്മുടെ ആളത് അല്ലെ റഫറി എന്തൊക്കെയോ അത് റഫറിയല്ലേ ഞങ്ങള് കേട്ടുന്നില്ല. ചേട്ടാ എനിക്ക് തലക്കി വെച്ച് പറഞ്ഞിട്ട് പടക്കി അവളെന്റെ ബ്ലൂ കണ്ടതും മിലിറ്ററി ഗ്രേഡ് ഓപ്പറേഷൻ വന്നിട്ട് 4 പേട്ട. ആ കൊച്ചേർക്കണോ? അതെ എന്റെ നെറ്റിയിലേ തലവൊക്കെ അത് കഴിഞ്ഞപ്പോണ്ട് ഇവര് ഓടിയായിരുന്നു. അവരോട് അവരെ നമ്മൾ ടീമാന്നൊക്കെ ശിവോട് ചോദിച്ചു. അല്ല ഞാൻ ചുമല അപ്പൊ ഞാൻ പോം ഗൈസ്, ഞാൻ ആ ടെന്നിട്ട് മുട്ടിക്കാം. ആയിക്കോട്ടോ. അയ്യോ, ആ ഇതിനിട്ട് മുട്ടിക്കാതെ. നമ്മളപ്പോൾ വെടിയൊക്കെ വെച്ച് കഴിഞ്ഞു. ഞാൻ റൗണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ കൊണ്ടു എൻ്റെ ഇവിടെ കൊണ്ടു എൻ്റെ കാല് കാണിച്ച കാല് ഇവിടെ കൊണ്ടു ഇവിടെ
ഇവിടെ കൊണ്ടു. അപ്പോഴത്തേക്ക് ഞാൻ പയ്യെ സൊല്ലിട്ടു. പിന്നെ ഞാനൊരു ഡിഫെൻഡിങ് മോഡിലായിരുന്നു, അറ്റാക്ക് ചെയ്യാതെ. അതുകൊണ്ട് പിന്നെ ഒന്നും കൊണ്ടില്ല. ഇപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ഫ്രണ്ട്, എൻ്റെ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, സ്കൂൾ +1 +2 ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിലേ തൊട്ട് ഒരുമിച്ച് വളർന്ന ഒരു ഗ്യാങ് ഉണ്ട്, സാഗ് എന്ന് പറയുന്നൊരു ഗ്യാങ്ങിൻ്റെ പേര്. അതിലെ ഒരാളിപ്പോൾ കാനഡ വന്നിട്ടുണ്ട്. അവൾ വേറെ പ്രൊവിൻസാണ്, വന്നിട്ട് വേറെ പ്രൊവിൻസിൽ നിന്ന്. അപ്പോൾ അവൾ ഇവിടെ ഓണം ആഘോഷിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവൾ വരുന്നതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവളെ കണ്ട്, അവളും തിരക്കാണ്, അവൾക്കത് കഴിഞ്ഞ് എവിടേക്കോ പോകണം. കാരണം അവൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ടൊറൻറ്റോയിൽ വരുന്നത്. അപ്പം കാനഡ വരുന്ന ആദ്യമായിട്ടാണ്, എന്നിട്ട് ടൊറൻറ്റോയിലും ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കാണണം. അപ്പം പിന്നെ അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നാട്ടിൽ അവൾക്ക് കല്യാണത്തിനൊന്നും ഞാൻ ഇല്ലായിരുന്നു. അപ്പോൾ നാട്ടിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഡാൻസും നമ്മളെല്ലാവരും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന്. പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അപ്പോൾ അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഓണ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ നമ്മൾ മഹാ ഓണത്തിന് പോകും. പിന്നെ അവിടെ കാണാം കേട്ടോ. ഇതൊക്കെ സ്റ്റേജ് ഓൺ ചെയ്യണ്ടായിരുന്നു, അന്ന് നടന്നില്ല. ഇല്ല, ഇവിടെ എങ്ങനാ 1.25 മണിക്കൂർ എടുക്കും ആണോ? ഇതിനാണോ ഉറങ്ങാൻ മാത്രം എവിടെയെങ്കിലും എടുത്തോണ്ടിരിക്കാം. അതെ, അത് കഴിഞ്ഞല്ലോ. ആ, നീ വിളിച്ചില്ലല്ലോ? വിളിച്ചാണല്ലോ. എന്നാ പിന്നെ കല്യാണത്തിന് വരാൻ എല്ലാം പറഞ്ഞ പോലെ ഇതിനെന്തില്ലേ. നമ്മള് പണ്ട് സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു എല്ലാ ദിവസവും ഉമ്മ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. എന്തിനാന്ന്